ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഞാൻ ശരിക്കും പെട്ടെന്നൊന്ന് ഇമോഷണലായി. ഞാൻ ഇത് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഇവിടുന്ന് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് റീഡിങ് ആയിരിക്കും എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അറിയില്ല നാളെ സാധിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല, തോന്നുന്നില്ല. പക്ഷെ ഐ തിങ്ക് കുറച്ച് ബിസി ആവാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. പക്ഷെ ഇതൊന്നും മാറ്റി വെച്ചില്ലെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കില്ല. സോ പെട്ടെന്ന് ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി. പറയാൻ ഈ ടേബിൾ തന്നെ ആയിരിക്കും, ഇതേപോലെ ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ മേ ബി അറിയില്ല. സോറി. ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും എന്ന് പറയുന്നത്, പറയാൻ എന്താ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ബട്ട് മേ ബി ഇവിടുന്നാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതെല്ലാം. എൻ്റെ ടാരോ യൂട്യൂബ്, ടാരോ മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ഞാനൊരു സ്പിരിച്വൽ ജേർണിയിലേക്ക് പുറപ്പെട്ടതെല്ലാം ഇവിടുന്നായിരുന്നു. അതിൻ്റെയൊക്കെ ആയിരിക്കാം. പെട്ടെന്നാണ് എനിക്കത്, ഞാൻ ഇങ്ങനെ സെറ്റിംഗ് വെച്ചിട്ട് എന്തോ ഇങ്ങനെ ഞാൻ ആലോചിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇത് ഇവിടുത്തെ ലാസ്റ്റ് ആയിരിക്കും എന്ന രീതിക്ക് എനിക്ക് തോന്നിപ്പോയി. നാളെ സാധിക്കുമെന്ന് അറിയില്ല. നാളെയും 2-3 ദിവസത്തിന് നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും. ശരിയാവുന്നില്ല എന്ന്. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു ഗൈഡൻസ് ഇടാം. ഓക്കെ, ഇനി 2-3 ദിവസം എന്തായാലും മിക്കവാറും ഉണ്ടാവില്ല. ഇനി മൺഡേ വരെ ചാൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എവിടെയെങ്കിലും ഇരുന്നിട്ടോ, ഈ ടേബിളും ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം ഇടയിലൊന്ന്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഇനി നേരെ ഇനി അടുത്ത ആഴ്ച എന്ന് വയ്ക്കാം. ഓക്കെ ഓക്കെ, സോറി, ഒരു സെക്കൻഡ്. ഓക്കെ, എല്ലാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാൻ നിൽക്കുന്ന. ത്രീ ഓഫ് സോർട്സ്. ഇത് എനിക്കാന്ന് തോന്നുന്നു, എനിക്കുള്ള റീഡിംഗ് ആണോ? ഓക്കെ, വാവ്. എൻ്റെ ഒരു പെയിൻ കാണിക്കുന്ന പോലെ തോന്നി എനിക്ക്. ഓക്കെ, ഇത് 3 ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് സോർട്സ് പറയുമ്പോൾ നമ്മളുടെ വിഷമങ്ങൾ, വേദനകൾ എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഇവിടെ അത് കഴിഞ്ഞിട്ട് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ തീർച്ചയായിട്ടും ഒരു സൈക്കിളിൻ്റെ ഒരു മാറ്റം, ഒരു ചേഞ്ച്, ഒരു വിധി മാറാൻ പോകുന്നു, സമയം മാറാൻ പോകുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. അപ്പോൾ ഈ വേദനകൾ അവസാനിക്കുന്ന ഒരു ഘട്ടം എന്ന രീതിയിൽ എടുക്കാം. ഈ ഒരു വിഷമം, വേദന, എന്താണോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്, എന്താണോ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൽ നിന്ന് നിങ്ങൾ മാറി ഒരു നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വരാൻ പോകുന്ന പോലെയാണ്. യെസ്, മുന്നോട്ടുള്ള വഴി നമുക്ക് ക്ലിയർ അല്ല, എന്തായിരിക്കും എന്നറിയില്ല. ശരിക്കും ഇത് എനിക്ക് വേണ്ടി പറയുന്ന പോലെ ഉണ്ടെന്ന്. സോറി. എനിവേ, എല്ലാവർക്കും കുറേ പേർക്ക് മാച്ച് ഉണ്ടാവും. ഓക്കെ, ഇവിടെ പറയുന്ന 2 ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ 2 സിറ്റുവേഷൻ ജഗ്ലിംഗ് എന്ന രീതിക്ക് പറയും. ഓക്കെ, അതായത് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാവും. 2 എന്നാവണം നിർബന്ധമില്ല, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. സോ മേ ബി ഇനി മുന്നോട്ട് എന്താണ് എന്നറിയില്ല. ഇവിടെ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ട്. അതായത് നമ്മൾ പറയില്ലേ, സൈക്കിൾ ചവിട്ടുമ്പോൾ എങ്ങനെയാണ്, ലൈക്ക് വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെയിം തിങ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും. ഓക്കെ, ആ ഒരു വീലിൻ്റെ കറക്കം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുക. അതിങ്ങനെ സൈക്കിൾസ് ആണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. കുറേ അങ്ങോട്ടാവും, കുറേ ഇങ്ങോട്ടാവും, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ പോയിക്കൊണ്ടിരിക്കും. സോ ലൈഫ് അങ്ങനെയാണ്. ഓക്കെ, മേ ബി മുന്നോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യും എല്ലാം കൂടി എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പല സിറ്റുവേഷൻസും നിങ്ങൾ ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് വേണം, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് വിട്ടുകളയേണ്ടത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കാം. ബട്ട് യെസ്, ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരും. ഓക്കെ, നിങ്ങൾക്ക് സംഭവിക്കും. ഈ ഒരു മാറ്റം നല്ലതിനാണ്, ഒരിക്കലും അതൊരു മോശമല്ല. ബിക്കോസ് ഈ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള വഴികളാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ജഡ്ജ്മെന്റ്, ഏസ് ഓഫ് സോർഡ്സ് എല്ലാം വളരെ നല്ല കാർഡ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ജഡ്ജ്മെന്റ് ടൈമാണ്. എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് വേണ്ടി തന്നെ, ഓക്കെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തത്, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ നിങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവുന്നതായിട്ടാണ്. അതിന് മീൻസ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, എന്താണ് എൻ്റെ ലൈഫിൽ നല്ലത്, നല്ല അല്ലാത്തത് എല്ലാം നിങ്ങൾ ചിന്തിക്കാൻ. ഞാൻ ഇതുവരെ നമ്മളെ തന്നെ കേട്ടോ, വേറെ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മളെ തന്നെ. എന്നിട്ട് നമ്മളുടെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റുള്ളത്, എന്താണ് ശരിയുള്ളത് എന്ന് ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾ ഇനി മുന്നോട്ട് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, കാരണം നമുക്ക് ഇത് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദൈവത്തിന്റെ ഒരു പ്രസൻസ് ആണ് അല്ലെ. ദൈവം നമ്മളോട് പറയാണ്, എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിക്കാണോ കൊണ്ടുപോകുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സമയം വരികയാണ്. സോ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, നിങ്ങൾ എവിടേക്കോ കുറേ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ സമയമാണ്. എൻ്റെ ഇവിടെ ക്വീൻ ഓഫ് പെറ്റക്കിൾസ് കുറച്ച് പേർക്ക് കരിയറിൽ ഗ്രോത്ത് എന്ന രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. കരിയർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് വളരെ ഒരു എന്താ പറയുക, കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം നിങ്ങൾ ചിലപ്പോൾ കരിയറിൻ്റെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ വീട് മെയിൻറ്റെയിൻ ചെയ്യുക, ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ അതിന് വേണ്ടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ എല്ലാം ചെയ്ത് നിങ്ങളൊരു വളരെ സ്റ്റേബിളായിട്ട് നിങ്ങൾക്കൊരു ലൈഫ് വരുന്നതാണ് എനിക്ക് മുന്നോട്ട് കാണുന്നത്. എൻ്റെ ഇവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ടായിരുന്നു. സോ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. നിങ്ങൾ ചിലത് കട്ട് ഓഫ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും, ചിലത് പുതിയതായിട്ട് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവും, വിത്ത് ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി മെയിനായിട്ട്. ഓക്കെ, നിങ്ങളെല്ലാം ഒരു ക്ലാരിറ്റിയോടെ ഒരു തീരുമാനമെടുത്ത് കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. സോ ഇപ്പോൾ ഐ തിങ്ക് ഈ ഒരു സമയം ആക്ച്വലി 10 വീൽ ഓഫ് ഫോർച്യൂൺ 10 ഒക്ടോബർ. ഓക്കെ, സോ എൻഡിങ്സിന് നിങ്ങൾക്ക് ഇനി കർമ്മ, നമ്മൾ ഇത്രയും കാലം പറഞ്ഞ 9 എൻഡിങ് എന്ന രീതിക്ക് പറയുന്നു. സോ 10ലേക്ക് നമ്മളൊരു പുതിയ തുടക്കത്തിലേക്ക് കടക്കുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, സോ പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്നു നിങ്ങൾക്ക്. 10ഉം 11ഉം ഒക്കെ നമുക്ക് ന്യൂ ബിഗിനിങ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ യെസ്, ആ ഒരു വിധി, ഫെയ്റ്റ് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് വരാൻ തുടങ്ങണം. എന്താണോ നിങ്ങൾക്ക് നല്ലതല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച്, അത് ചിലപ്പോൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. മുന്നോട്ട് മേ ബി നിങ്ങൾക്ക് എങ്ങനെ ഇനി അത്ര പെട്ടെന്ന് നമ്മൾ എല്ലാം ഓക്കെ ആയിട്ട് വരില്ല അല്ലേ. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, നിങ്ങൾ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഏതാണ് പ്രയോറിറ്റി, ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ലൈഫ് എന്താണ്, അങ്ങനെ പല കാര്യങ്ങളും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ലൈക്ക് ഒരു ജോലിയുണ്ട്, ജോലിയുണ്ട്, ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ്, വട്ടെവർ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ എല്ലാം തമ്മിൽ ജഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതിനൊരു കുറച്ച് സമയം നിങ്ങൾക്ക് എടുക്കും. ഓക്കെ, എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് ശരിയാക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. ബട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് വളരെ നല്ലതാണ് വരുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ എവിടെയോ യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. സോറി, ഇന്നത്തെ ദിവസം എനിക്ക് ഞാനിത് ഇത്ര പ്രതീക്ഷയില്ല. ഞാൻ റീഡിങ് ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഇമോഷണലായിപ്പോയി. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് തോന്നുന്നു. സോറി. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ്. Come to the edge. Very nice. Regeneration and chopwood. No problem. Blessed. നിങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഫലം തരും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക, നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു നല്ല വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ബ്ലെസ്സിങ്സ് ഉള്ളത് അല്ലേ. ആൻഡ് ഇവിടെ കം ടു ദ എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ കാർഡ് പോലെയാണ്. എന്ന് വെച്ചാൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി തയ്യാറാവുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിസ്ക് എടുത്തിട്ടായാലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, മേ ബി കരിയറിലായിരിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 2 സിറ്റുവേഷൻ്റെ കാര്യം പറഞ്ഞു. സോ മേ ബി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ച് ഒരു റിസ്ക് എടുത്ത് ചിലപ്പോൾ മുന്നോട്ട് പോകണമായിരിക്കും. സോ കം ടു ദ എഡ്ജ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടിങ് വരാനുള്ള സാധ്യതയുണ്ട്. റീജനറേഷനും അത് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും അവസാനിച്ചതുണ്ടെങ്കിൽ അത് വീണ്ടും സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയാണ്. അഗെയിൻ ജോലിയുടെ ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്തും ആവാം. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചത് വീണ്ടും അഗെയിൻ 10 ആണ് നമ്പർ, 46 ആണ്, 10 ആണ്. സോ നമ്മുടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ താഴെ തന്നെ വന്നത്. സോ റീജനറേഷൻ. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തന്നെ ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ്. ചിലപ്പോൾ വിട്ടുപോയത് തന്നെ വീണ്ടും സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയാണ്. ഒരു റീജനറേഷൻ എന്ന് വെച്ചാൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കാണാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ആയിരിക്കും, അതും ആവാം. ചോപ്പ്വുഡ് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് വർക്ക് വേണം എന്നാണ്. പക്ഷേ ഇവിടെ ഒരു 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു നേരത്തെ. യെസ്, ഇതാണ്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ, നമ്മൾക്ക് ലൈഫിൽ എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അതും ഒരു ദിവസത്തെ കാര്യമല്ല, എന്നും നമ്മൾ അതിലേക്ക് കുറച്ചായിട്ട് നമ്മൾ ഡെയിലി ചെയ്തു വരുമ്പോഴാണ് നമുക്കൊരു കാര്യം നമുക്ക് അത്രത്തോളം ബെറ്റർ ആക്കാൻ സാധിക്കുക. സോ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ
വേണ്ടി വരും. എപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് വർക്ക് എന്ന് പറയും. അതായത് കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കുറച്ചായാലും ശരി, ചെയ്യുന്ന കാര്യം കുറച്ചായാലും പക്ഷെ ഡെയിലി ചെയ്യാം. ഓക്കെ, ഒരു സിസ്റ്റം വെച്ച് ചെയ്യാം, ഒരു എന്താ പറയുക, സ്കെഡ്യൂൾ വെച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, നമ്മൾ എപ്പോഴും ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറെ കൂടി പെർഫെക്റ്റ് ആക്കാൻ സാധിക്കും. സോ ആ രീതിക്ക് നിങ്ങൾക്ക് ചോപ്പ് വുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും എന്നാണ്, പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള മീൻസ് എന്താ പറയുക, നല്ല ഇനാണ്. ഓക്കെ, സോ യെസ്, ഇതിപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊന്ന് ബെറ്റർ ആക്കി എടുക്കാൻ ഒരല്പം ഹാർഡ് വർക്ക് വേണ്ടി വരും എന്ന രീതിക്ക് എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ നമ്പേഴ്സ് നമുക്ക് 36, 46, 42, ഓക്കെ 9, ഞാൻ പറഞ്ഞ പോലെ 10 അല്ലെങ്കിൽ 1 ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. 42, സോ 6 ഉണ്ട് ഇവിടെ. 6 നമ്മൾ എന്താ പറയുക, നമ്മുടെ ലക്ഷറി ലൈഫിൻ്റെ ലൈഫിൽ നമ്മൾ നമുക്കുള്ള സാധനങ്ങളില്ലേ, ലക്ഷറി എന്ന് പറയില്ലേ, അതായത് കാറാവാം, വീടാവാം, ജോലിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസം കണ്ടില്ല എന്ന് വരും. ഓക്കെ, മിക്കവാറും, കാരണം ഞാൻ ഇടയിൽ ഇതിനു വേണ്ടി സമയം എടുക്കുമ്പോൾ പിന്നെ ഇത് റെക്കോർഡിങ് ചെയ്യണം, പിന്നെ കഴിഞ്ഞ് എഡിറ്റിംഗ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, നാലും ഒരു ചെറിയൊരു പണി തന്നെയാണിത്. എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിടണം, പിന്നെ അതിൻ്റെ കാര്യം സോ ചിലപ്പോൾ ഞാനതിൻ്റെ പിന്നാലെ ഇരുന്നൊന്നും വരില്ല. സോ വിൽ സീ അഗൈൻ, കാണുമ്പോൾ കാണാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് വിജയദശമി അതിൻ്റെയൊക്കെ ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.